കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെയിംസ് എലന്റെ ആസ് എ മാൻ തിങ്കത്ത് എന്ന എക്കാലത്തെയും ക്ലാസിക്കായ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണ് ആ വ്യത്യാസം? അതവരുടെ സാഹചര്യങ്ങളോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ എത്രയോ ശക്തമായ ഒന്നാണതിൻ്റെ കാരണം. അതെ, അവരുടെ ചിന്തകൾ തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഈ പുസ്തകത്തിൻ്റെ ആകെത്തുക, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ ഒരു വാചകമാണ്. ജെയിംസ് അലൻ പറയുന്നത് ഇത് വെറുമൊരു അലങ്കാര പ്രയോഗമല്ല, ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ സ്വഭാവം എന്ന ആ കെട്ടിടം പണിയാനുള്ള ഓരോ ഇഷ്ടികകളാണ്. നമ്മുടെ ധൈര്യം, ഭയം, സ്നേഹം, ദേഷ്യം, എല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലെ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. അപ്പം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ലോകം, നമുക്ക് ഈ ഒരു ആശയത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് പോയി നോക്കാം. നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിയാലോ? ശരിക്കും നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. ചിന്തകളാണ് അവിടുത്തെ വിത്തുകൾ. ഇനി ആ പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കൾ വളർത്തണോ അതോ കാടുകയറി കളകൾ വളരാൻ അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതാരാ? അത് നമ്മളോരോരുത്തരുമാണല്ലേ. ചിന്തയാണ് വിത്തെങ്കിൽ ജീവിതം അതിൻ്റെ ഫലമാണ്. വിഷച്ചെടികൾ നട്ടുവളർത്തിയിട്ട് മധുരമുള്ള പഴങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇതൊന്നു നോക്കൂ, ഒരേ ജോലി, ഒരേ സാഹചര്യം. അങ്ങനെ ജോലിക്ക് കയറി രണ്ടുപേരെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. ഒരാൾ എപ്പോഴും ചിന്തിക്കുന്നത് അയ്യോ ഞാനിവിടെ പെട്ടുപോയല്ലോ എന്നാണ്. പക്ഷെ മറ്റേയാളെ ചിന്തിക്കുന്നതോ ഇതൊരു തുടക്കം മാത്രമാണ്, എനിക്കിവിടെ നിന്ന് ഒരുപാട് വളരാനുണ്ടെന്നാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്തായിരിക്കുന്ന അവസ്ഥ? ആദ്യത്തെയാൾ അതേ നിരാശയിൽ അവിടെ തന്നെ നിൽക്കുന്നു. രണ്ടാമത്തെയാളോ പുതിയ അവസരങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടു പോകുന്നു. എന്തായിരുന്നു വ്യത്യാസം? അവരുടെ ചിന്തകൾ. ഒരാൾ കളകൾ നട്ടു, മറ്റേയാൾ പൂന്തോട്ടമുണ്ടാക്കി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ സ്വഭാവവും സാഹചര്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പുറം ലോകം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഒരു കണ്ണാടിയായി മാറുന്നതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. ജീവിതത്തിൽ നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതായത് ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, അവ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് തിരിച്ചു കാണിച്ചു തരുന്നു, ഒരു കണ്ണാടി പോലെ. ഇവിടെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം വരുന്നത്. ഒന്നുകിൽ നമുക്ക് ഒരു ഇരയുടെ മാനസികാവസ്ഥയിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിൻ്റെ മാനസികാവസ്ഥ സ്വീകരിക്കാം. ഒരു ഇര എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന്. അവരെപ്പോഴും സാഹചര്യങ്ങളുടെ അടിമകളായിരിക്കും. എന്നാൽ ഒരു സൃഷ്ടാവ് ചോദിക്കുന്നത്, ശരി, ഇത് സംഭവിച്ചു, ഇനിയെന്ത് എന്നാണ്. അവർ സാഹചര്യങ്ങളെ മാറ്റാനുള്ള ശക്തി തങ്ങളിലാണെന്ന് വിശ്വസിക്കുന്നു. ജീവിതം നമുക്ക് സംഭവിക്കുന്ന ഒന്നല്ല, അത് നമ്മിൽ നിന്ന് വളർന്നു വരുന്ന ഒന്നാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൊള്ളാം. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റുണ്ട്. അതിലെ 3 പ്രധാനപ്പെട്ട പണിയായുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചിന്തകളെ ഒരു ലക്ഷ്യവുമായി ബന്ധിപ്പിക്കണം. രണ്ടാമത്തേത് ആത്മനിയന്ത്രണം നേടുക. മൂന്നാമത്തേത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുഖപ്പെടുത്തുക. ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ലക്ഷ്യം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം ജെയിംസ് ആലൻ പറയുന്നത് ചിന്തയെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുന്നതുവരെ ബുദ്ധിപരമായ ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നാണ്. ശരിയല്ലേ? ഒരു ലക്ഷ്യമില്ലാത്ത മനസ്സ് ചുക്കാനില്ലാത്ത ഒരു കപ്പൽ പോലെയാണ്. അതെങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞുതിരിയും. പക്ഷെ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിലോ അത് നമ്മുടെ ചിന്തകൾക്കൊരു ദിശാബോധം നൽകും, ഒരു ഫോക്കസ് നൽകും. ഇനി ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ചിന്തകളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ അങ്ങനെയല്ല. അത് ശരിക്കും നമ്മുടെ ചിന്തകളെ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമില്ലാത്തൊരു ചിന്ത, ഉദാഹരണത്തിന് ദേഷ്യമോ അസൂയയോ വരുമ്പോൾ അതിനെ തിരിച്ചറിയുക. എന്നിട്ട് ഹേയ്, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ മാറ്റി പകരം നല്ലൊരു ചിന്തയെ അവിടെ പ്രതിഷ്ഠിക്കുക. അതാണ് യഥാർത്ഥ സെൽഫ് കൺട്രോൾ. ഇനി അടുത്തത് നമ്മുടെ ചിന്തകൾ ഒരു മരുന്നാണോ അതോ വിഷമാണോ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മുടെ ശരീരത്തിൽ രാസമാറ്റങ്ങളുണ്ടാക്കും. ഉദാഹരണത്തിന് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടുമ്പോഴോ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാകും. അത് ശരീരത്തിന് ദോഷമാണ്. എന്നാൽ സന്തോഷവും സമാധാനമുള്ള ചിന്തകളോ അത് എൻഡോർഫിനുകൾ പോലുള്ള നല്ല ഹോർമോണുകൾ ഉണ്ടാക്കും. അത് ശരീരത്തിനൊരു മരുന്ന് പോലെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഡോക്ടർ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? അതാണ് പ്രശാന്തത. ഇത് വെറുതെ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് അത് ശക്തിയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്.
പ്രശാന്തത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ മാസ്റ്ററിയുടെ ഏറ്റവും വലിയ തെളിവാണ്. നന്നായി പരിശീലിപ്പിച്ചൊരു മനസ്സിൽ നിന്ന് മാത്രം കിട്ടുന്ന ജ്ഞാനത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രത്നമാണ് ജെയിംസ് സാലൻ ഇതിനെ കാണുന്നത്. ചുറ്റും എന്തു കൊടുങ്കാറ്റടിച്ചാലും നമ്മുടെ ഉള്ളിൽ ശാന്തമായിരിക്കാൻ കഴിയുന്ന ആ ഒരവസ്ഥ. ഇതൊന്ന് കേട്ടുനോക്കൂ. ശക്തനും ശാന്തനുമായ ഒരു മനുഷ്യനെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. വരണ്ട ഭൂമിയിലെ ഒരു തണൽമരം പോലെയാണ് അയാൾ. എത്ര മനോഹരമായൊരു കൽപ്പനയാണല്ലേ. പ്രശാന്തതയുള്ള ഒരാൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു തണലായി, ഒരു ആശ്രയമായി മാറാൻ കഴിയും. അവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു സമാധാനമാണ്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങളുടെ ആദ്യത്തെ പുതിയ ചിന്ത തുടങ്ങാനുള്ള സമയമായി. ഇവിടെ ഇപ്പൊ തന്നെ. അപ്പോ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ ഇതാ. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ. 1. നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ഡയറി എടുത്ത് ദിവസവും മനസ്സിൽ വരുന്ന ചിന്തകളെ ഒന്ന് കുറിച്ചിടുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാറ്റേൺ മനസ്സിലാവും. 2. നിങ്ങളുടെ ആദർശങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ധൈര്യമുള്ള ആളാകണോ, സത്യസന്ധതയുള്ള ആളാകണോ? അത് തീരുമാനിക്കുക. 3. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ കാണുക. ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കൽപ്പിക്കുക. അത് അനുഭവിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുതിയ രീതിയിൽ ട്യൂൺ ചെയ്യാൻ സഹായിക്കും. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോ പോകുന്നതിനു മുൻപ് ഈയൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. ഇന്ന് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകാൻ അനുവദിക്കുന്ന ചിന്തകൾ കൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു ജീവിതമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? കാരണം ആ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് വിത്തുകൾ, മനസ്സ് മണ്ണാണ്, നിങ്ങളുടെ ഭാവിയാണ് അതിന്റെ വിളവെടുപ്പ്. അതുകൊണ്ട് വിവേകത്തോടെ തെരഞ്ഞെടുക്കുക, ശക്തമായി തെരഞ്ഞെടുക്കുക, ഇപ്പോൾ തന്നെ തെരഞ്ഞെടുക്കുക.